കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കാം. വിറ്റുവോ വിശ്വാസ്? ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി കൊല്ലത്തെ വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്നിപ്പോൾ കോടതി വിധി പറയാൻ പോകുന്നു. നമുക്കറിയാം, ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള ഒരു പ്രതികൾക്കും ജാമ്യം നൽകാൻ കോടതി തയ്യാറായിട്ടില്ല. ഈ ഘട്ടത്തിലാണ് പത്മകുമാർ നൽകിയ ജാമ്യാപേക്ഷയിൽ കൊല്ലം കോടതി ഇന്നിപ്പോൾ വിധി പറയാൻ പോകുന്നത്. മനോജ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. മനോജ്, നേരത്തെ സൂചിപ്പിച്ചത് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ മുൻപ് അറസ്റ്റിലായിട്ടുള്ള നിരവധി പ്രതികൾ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ വാസു വരെയുള്ള ആർക്കും ജാമ്യം നൽകാൻ കോടതി ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം SIT അത്രത്തോളം ശക്തമായ തെളിവുകൾ കോടതിയിൽ ഈ പ്രതികൾക്കെതിരെ നൽകുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇന്നിപ്പോൾ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ എപ്പോഴാണ് കോടതി പരിഗണിക്കുന്നത്? ഗൗതം, 11 മണിയോടുകൂടി തന്നെ പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താൻ മാത്രമല്ല ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങൾക്കും കൂടെ ഈ കാര്യങ്ങളിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഈ പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി, ആദ്യം അറസ്റ്റിലാകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതാദ്യമായാണ് ജാമ്യാപേക്ഷവുമായി കോടതിയെ സമീപിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഡിസംബർ 18-നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുക. എന്തായാലും പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയാൻ ഒരുക്കുകയാണ്. അതിൽ തന്നെ വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇന്ന് വിധി പറയുന്നത്. പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുള്ള വാദം എന്ന് പറയുന്നത് പത്മകുമാറിന് മറ്റ് പ്രതികളെപ്പോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ തെളിവുകളടക്കം SIT ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും താൻ മാത്രമല്ല എന്ന് പറയുമ്പോഴും പത്മകുമാറിൻ്റെ പങ്ക് SIT കൃത്യമായും അത് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് മൊഴികളിലടക്കം പത്മകുമാറിനെതിരെ മറ്റു പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഏറ്റവും അവസാനം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ പത്മകുമാറിൽ മാത്രം അറസ്റ്റ് ഒതുങ്ങി നിൽക്കരുത് എന്നുള്ളതാണ് ഈ വിശ്വാസികളടക്കം പറയുന്നത്. കാരണം ഇനിയും ഉന്നതർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ പങ്കുണ്ട്. പത്മകുമാറിൽ നിന്നും ആരൊക്കെയാണ് ഇതിൽ കുരുങ്ങാൻ പോകുന്നത് എന്നുള്ളത് സ്വാഭാവികമായും പത്മകുമാറിൻ്റെ മൊഴിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും താൻ പ്രായമായ ആളാണ്, തനിക്ക് പരിഗണന വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ കേസിൽ അറസ്റ്റിലായി ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഒരു പ്രതികൾക്കും, അത് മുരാരി ബാബു ആവട്ടെ, അതോടൊപ്പം KS ബൈജു, മറ്റ് N വാസു ഉൾപ്പെടെയുള്ള പ്രതികൾ ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നു. എല്ലാ ജാമ്യ ഹർജികളും കോടതി തള്ളുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ ആർക്കും ജാമ്യം അനുവദിക്കുന്നില്ല. കാരണം ഗൗരവമായിട്ടുള്ള ഒരു ഘട്ടമാണ് കേസിൻ്റെ. ഇനിയും ഒരുപാട് കണ്ടെത്തലുകൾ നടത്തേണ്ടതുണ്ട്. സ്വർണം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുന്നതരിലേക്ക് അടക്കം അന്വേഷണം പോകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദം. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അഡ്വക്കേറ്റ് സിജു രാജനാണ് ഹാജരാകുന്നത്. അദ്ദേഹം കൃത്യമായും ഈ കാര്യങ്ങളിൽ എന്താണ് SITയുടെ കണ്ടെത്തലെന്നും അതിൽ ആർക്കൊക്കെയാണ് കൃത്യമായ പങ്കുള്ളതെന്നും കോടതിയിൽ അത് വാദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിൻ്റെ പങ്കും കോടതിയിൽ പ്രോസിക്യൂഷൻ കൃത്യമായും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കോടതിയാണെന്ന് തീരുമാനമെടുക്കുക. പത്മകുമാറിന് ജാമ്യം നൽകണമോ വേണ്ടയോ എന്നുള്ളത്. പത്മകുമാറിന് ജാമ്യം ലഭിക്കുന്നതിൽ ഏറ്റവും കുറവ് സാധ്യതയാണ്. അതായത് ഒരു കാരണവശാലും പത്മകുമാറിന് ജാമ്യം നൽകരുത് എന്നുള്ള പ്രോസിക്യൂഷൻ വാദം നിലനിൽക്കുമ്പോൾ പത്മകുമാറിന് ജാമ്യം അനുവദിക്കുകയില്ല എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട പത്മകുമാറിന് ഇന്ന് നിർണായകമാണ്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലത്തെ വിജിലൻസ് കോടതി 11 മണിക്ക് പരിഗണിക്കാൻ പോകുകയാണ്. ഈ കേസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നത് അറസ്റ്റിലായിട്ടുള്ള 6 പ്രതികൾക്കും ഇതുവരെ ജാമ്യം നൽകുവാൻ കോടതികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള N വാസുവും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അതെല്ലാം കോടതി തള്ളി. അതിനാൽ തന്നെ പത്മകുമാറിനും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് മനോജ് കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഒപ്പം ഈ കേസിലെ ഒന്നാമത്തെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജാമ്യാപേക്ഷയുമായി കൊല്ലത്തെ വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ കേസ് 11 മണിക്ക് പരിഗണിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും നമുക്ക് ശബരിമല സ്വർണ്ണ കവർച്ച വിഷയത്തിലേക്ക് മടങ്ങിപ്പോകാം. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. നേരത്തെ തന്നെ പ്രതിഷേധമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ 14 ദിവസം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വന്ന് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ രാഹുലിനെതിരെ വീണ്ടും പ്രതിഷേധമുയരുന്നു. രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റ് ഒഴിയണം എന്ന് ഫ്ളാറ്റ്